നരച്ചു പോയതിൽ വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും അടിപൊളി ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു സൂത്രം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലമുടിയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം വെച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടി നല്ല കട്ടക്കറുപ്പാകും. എത്ര നരച്ച മുടിയാണെങ്കിലും കറുപ്പാകാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രമാണിത്. ഇത് നമ്മുടെ തലമുടിയിലേക്ക് കുളിക്കുന്ന മുമ്പ് തലമുടി തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുളിക്കുന്ന ഏത് സമയത്താണോ അപ്പോൾ കഴുകുകയാണെങ്കിൽ എത്ര നരച്ച മുടി നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് മുടി നരയ്ക്കുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ മുടി പൊഴിഞ്ഞും പോകുന്നുണ്ട്. ഇപ്പോൾ ചൂടല്ലേ, നല്ല ചൂടായത് കാരണമാണ് കൂടുതലും നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവുകയും നരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിക്കുക, വെളിയിൽ നിന്നുള്ള ഫുഡൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക. വീട്ടിൽ തന്നെ ഉള്ള ആഹാരങ്ങളും അതുപോലെ നല്ലപോലെ വെള്ളവും കുടിക്കുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ തന്നെ വളരാനും അതുപോലെ മുടി പൊടിച്ച് നിൽക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ നരച്ച മുടിനെ കറുപ്പിക്കാനായിട്ട് വേറൊരു കെമിക്കലൊന്നും മേടിച്ച് തലയിൽ തേക്കാതെ തന്നെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് അടുക്കളയുള്ള സാധനം മാത്രം മതി. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ്, നല്ലൊരു മുഴുത്ത ടീസ്പൂൺ ആയിരുന്നു, അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്രൂ കോഫിയൊക്കെ കുടിക്കുന്ന ആ ഒരു പൊടി വേണം നിങ്ങൾ എടുക്കുക. സാധാ കാപ്പിപ്പൊടി എടുക്കരുത്, ഇതേ എടുക്കാവുള്ളൂ. എന്നിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടി നരച്ചവരാണെങ്കിൽ ഒരു 5 സ്പൂണെങ്കിലും നിങ്ങൾ ബ്രൂ എടുക്കുക. ഇപ്പോൾ എൻ്റെ മുടിയിൽ ചെറിയ ഹെയർ ഉണ്ടല്ലോ, നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ ചെറിയ ഹെയറൊക്കെ നരച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. സിമ്പിളായിട്ടൊരു ടിപ്പാണ്. അപ്പോൾ ഇത് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഗ്യാസിൻ്റെ വിലയൊക്കെ വളരെ കൂടുതലാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഈ ഗ്യാസ് അടുപ്പിലോട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇൻഡക്ഷൻ അടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റീൽ പാത്രത്തിലെടുക്കുക. ഇത് അതിന് ശേഷം ഒന്ന് വെച്ച് ഇതുപോലെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് ഗ്യാസ് ഒന്നും ചിലവാകത്തില്ല, നമുക്ക് അങ്ങനെ ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും കേട്ടോ. കഴിവത് അല്ലെങ്കിൽ വിറകടുപ്പിലാണെങ്കിലും നിങ്ങൾ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി ഇതുപോലെ കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഇതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം കണ്ട. ഇത് പെട്ടെന്ന് തിളച്ച് തൂവാൻ സാധ്യത കൂടുതലാണ്, അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മളിത് കുറുക്കിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബ്രൂവിൻ്റെ പൊടിയുടെ ഒരു കളർ നിങ്ങൾ കണ്ടു നോക്കൂ, നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഒന്നുകൂടെ കുറുക്കി എടുക്കണം ഇത് നമുക്ക് കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ 1 ഗ്ലാസ് 1/4 ഗ്ലാസ് ആക്കി മാറ്റണം ആ വെള്ളം. എന്നിട്ട് നല്ലപോലെ കുറുക്കി എടുത്തതിന് ശേഷം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമ്മുടെ നരച്ച മുടി എവിടെയാണോ ഉള്ളത് അവിടെ ഇത് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നല്ല ഷൈനിങ് ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും, മുടി നല്ലപോലെ കിളുക്കുകയും ചെയ്യും. നരച്ച മുടി എത്ര വെളുത്ത മുടി ഉണ്ടെങ്കിലും അത് ഡാർക്ക് ഒരു ഷെയ്ഡിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റും. ഒരുപാട് കഷ്ടപ്പെടേണ്ട ബുദ്ധിമുട്ടേണ്ട ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം ചെയ്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഈ വെള്ളം വെച്ചാൽ മതി കേട്ടോ. അതായത് എപ്പോഴും നിങ്ങൾ പോയി അടുപ്പ് കത്തിക്കണമെന്നൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം നിങ്ങളിത് അടുപ്പിച്ച് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല അടിപൊളിയായിട്ട് കെമിക്കലൊന്നുമില്ലാതെ തന്നെ നല്ല കറുപ്പായിട്ട് വരികയും ചെയ്യും. മുടി കൊഴിച്ചിൽ മാറും, താരം മാറും, ഇതെല്ലാം മാറും. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ കണ്ടീഷണറാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, ഏത് കണ്ടീഷണറാണോ അതൊഴിച്ച് കൊടുക്കുക കേട്ടോ. വളരെ നല്ലതാണ്, നല്ല സിൽക്കി ആകാൻ സഹായിക്കുന്നതാണ് കണ്ടീഷണർ. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷണറാണ് എടുക്കുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോഫി പൗഡറിൻ്റെ ഇത് മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്പൂണ് കൊണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഷാമ്പു പതയുന്ന പോലെ വരത്തില്ല. പക്ഷെ നമ്മുടെ കൈ കൊണ്ടൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ, അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്പൂണിങ്ങിനൊക്കെ ഒരു തരുതരന്ന് കിടക്കുന്നുണ്ട്, പകരം നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ പതഞ്ഞ് തന്നെ ഇത് വരുന്നുണ്ട്.
അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുളിക്കുന്ന എപ്പോഴാണ്, ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് അന്നപ്പോൾ നിങ്ങൾ കഴുകിക്കളയുക. മുടി അത് കഴുകിക്കളഞ്ഞ ശേഷം നിങ്ങൾ നോക്കും. ഈ എല്ലാവരും ചോദിക്കും കോഫി പൗഡറിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമോയെന്ന്. പക്ഷെ അങ്ങനെയൊന്നും വരത്തില്ല. നല്ല കണ്ടീഷണറിൻ്റെ ഒരു സ്മെല്ലാണ് നമ്മുടെ മുടിക്ക് കേട്ടോ. നല്ല സിൽക്കി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. നിങ്ങൾ നരച്ച മുടിയൊക്കെ ചെറിയ ചെറിയ ഹെയറൊക്കെ കറുപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഹെയർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നല്ലപോലെ കറുത്തിട്ട് അത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കയ്യിലെടുത്ത്, അപ്പോൾ ഈ കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് കയ്യിലിങ്ങനെ തേച്ചിട്ട് കോർത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കോർത്ത് ഫുള്ളും ഒന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഇത് കഴുകിക്കളയാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തലയിലേക്ക് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട. എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്ലാതെ ഇത് നിർബന്ധമൊന്നുമില്ല എണ്ണ ഒഴിക്കണമെന്ന്. ഇപ്പം ഞാൻ എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കാതെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കട്ടയല്ല, അത് തടുതടുന്ന് കിടന്ന് അതെല്ലാം നല്ലപോലെ ഒന്ന് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകളുടെ തലയിലാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന. കാര്യം കുട്ടിയൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളായത് കാരണം അവർ തല ചെറിയ ഹെയറും അതുപോലെ മുടിയൊക്കെ ചെറിയ രീതിയിൽ അവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമൊക്കെ കാരണം നരച്ച് വരുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആഴ്ചയിൽ വീട്ടിൽ വരുമ്പോഴും അതുപോലെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കാണ് കൊടുത്തു വിടുക വരെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടീഷണർ ആകുമ്പോഴത്തേക്കും മേടിക്കാനും കിട്ടും. ഇത് നമ്മൾ തയ്യാറാക്കിയിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഇത് കഴുകി കളയാനും അപ്പോൾ പറ്റും. അങ്ങനെ മുടിക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ വീട്ടമ്മമാരും കുട്ടികൾക്കും ഇങ്ങനെ തലമുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് തലമുടി ഒന്നും നരച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തലയിൽ തേച്ചിട്ട് കുളിക്കുവാണെങ്കിൽ മുടി നല്ലപോലെ കാട് പോലെ കിളുക്കാനും സഹായിക്കുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കി വന്ന ഇതുണ്ടല്ലോ നമ്മുടെ കോഫിൻ്റെ മിക്സ് അതൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ മകളുടെ തലയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ മുടിയിൽ എല്ലാം നല്ല കട്ടിയുള്ള മുടിയാണ് കേട്ടോ. പിന്നെ ചിലരുടെ ഹെയറിനനുസരിച്ചിരിക്കും ഈ മുടി കറുത്ത് വരാൻ. ചില സ്പോഞ്ച് പോലത്തെ മുടി കാണുമല്ലോ, പഞ്ഞി പോലത്തെ മുടി എന്ന് പറയും. ആ മുടിയിലൊക്കെ പെട്ടെന്ന് പിടിക്കും. ഇച്ചിരി കട്ടിയുള്ള മുടിയിൽ ഇരിക്കി നല്ലപോലെ പിടിച്ച് വരും, ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മകളുടെ തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടി നല്ലപോലെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒന്ന് മുറുക്കി കെട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് എപ്പോഴാണോ ചുമ്മാ സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് കുളിച്ചാൽ മാത്രം മതി കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.